സർവകലാശാല നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച ശേഷം പ്രോ വിസിയുടെ നിയമന യോഗ്യത കുറയ്ക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കം. പ്രോ വിസിയാകാൻ പ്രൊഫസർ യോഗ്യത വേണ്ട, അസോസിയേറ്റ് പ്രൊഫസർ മതി എന്ന് മന്ത്രി ആർ ബിന്ദു സബ്ജക്ട് കമ്മിറ്റിയിൽ. ചാൻസലർക്കുള്ള നിർണായക അധികാരങ്ങൾ പ്രോ ചാൻസലറായ മന്ത്രിക്കും വിസിക്കുമുള്ള അധികാരം പ്രോ ചാൻസലർക്കും നൽകി അധികാരം കൈയടക്കാൻ കൂടിയാണ് ബില്ല് എന്ന ആക്ഷേപം ശക്തം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ നിരവധി പരാതികളാണ് ദൈനംദിനം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള സാധ്യത ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൽപ്പാന്ത കാലത്തോളം ആർ ബിന്ദു അല്ല ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുക. എന്തുകൊണ്ട് സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു? സർവകലാശാല ഭരണത്തിൽ ചാൻസലറായ ഗവർണറുടെ കിട്ടാൻ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരമുണ്ടാകും. ഗവർണർ നിയോഗിക്കുന്ന വിസിമാർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോയാൽ സിൻഡിക്കേറ്റ് നിയോഗിക്കുന്ന പ്രോ വിസിമാർക്ക് അധികാരമുണ്ടാകും. അതായത് സർവകലാശാലകളിൽ സർക്കാരിന്റെ ഇംഗിതം നടക്കണം. ബില്ല് പാസ്സാക്കുന്നതിന് മുൻപ് സർവകലാശാലകളുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ തിടുക്കത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ബില്ല് അവതരിപ്പിച്ച ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്ന ഈ പുതിയ ഔദ്യോഗിക ഭേദഗതി അത് വ്യക്തമാക്കുന്നു. പ്രോ വിസിക്ക് വിസിയുടെ ചില അധികാരങ്ങൾ നൽകുന്നതാണ് നിയമ ഭേദഗതി. നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ പ്രോ വിസി നിയമനത്തിന് വേണ്ട യോഗ്യത പ്രൊഫസർ, കോളേജ് പ്രിൻസിപ്പൽ എന്നിവയായിരുന്നു. എന്നാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ ബില്ലിൽ മന്ത്രി ആർ ബിന്ദു യോഗ്യത കുറയ്ക്കുന്ന ഭേദഗതി നിർദ്ദേശത്തിന്റെ രേഖയാണിത്. പ്രൊഫസർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർക്ക് പ്രോ വിസി ആകാമെന്നാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം. ബില്ല് പാസ്സാകുന്നതോടെ പ്രോ വിസി സർവകലാശാലകളിൽ ഒരു പ്രധാന അധികാര കേന്ദ്രമാകും. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് യോഗ്യത കുറച്ചതെന്ന ഗുരുതര ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ രംഗത്തെത്തി. യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും അതോടൊപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പൽമാരും സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോൾ അവരുടെക്കാളും പദവിയിൽ കുറഞ്ഞ യോഗ്യതയുള്ള ഒരാളെ പ്രോ വൈസ് ചാൻസലർ ആക്കുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ലക്ഷ്യം. ഇത് നമ്മുടെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാരെ പ്രോ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയാണ്. കരട് UGC റെഗുലേഷനിൽ പ്രോ വിസി തസ്തിക തന്നെ ഇല്ലാതാക്കുമ്പോഴാണ് സർവകലാശാലകളിൽ വിസിയുടെ അധികാരങ്ങൾ പ്രോ വിസിക്ക് കൈമാറുന്നത്. സർവകലാശാല ഭേദഗതി ബില്ലിൽ സെനറ്റിലെ ഒരു സീനിയർ ഡീനിനെ സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കാൻ വിസിക്കാണ് അധികാരം. എന്നാൽ വിസിയിലേക്ക് അധികാരം പോകുമെന്ന ഭയത്തിൽ അത് തടയാൻ സിൻഡിക്കേറ്റിന് തന്നെ ഡീൻ നിയമനത്തിനുള്ള അധികാരം നൽകുന്ന ഭേദഗതിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചു. ചുരുക്കത്തിൽ സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് ബില്ല് പാസ്സാക്കാനായി നിയമസഭയിലെത്തുമ്പോൾ ഗവർണറിൽ നിന്നുണ്ടാകാവുന്ന ഭീഷണി മുഴുവൻ തടയും വിധം സർക്കാരിന്റെ താൽപ്പര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിയും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.